ഹായ് എല്ലാവർക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ലെമൺ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളത് നിലക്കടലയാണ്. കടല എടുത്തിട്ട് നല്ലോണം വറുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. തണുത്ത ശേഷം അതിൻ്റെ തോലിയൊക്കെ പോക്കിയിട്ട് ഒന്ന് മിക്സി ജാറിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കടലയും പിന്നെ കുറച്ച് ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും വെളുത്തുള്ളി ഒരു 3-4 എണ്ണം വെളുത്തുള്ളി. അതിന് കൂടുതൽ കൂടി പോവേണ്ട. വെളുത്തുള്ളി കൂടിയാൽ ആ സ്മെല്ല് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ 3 വെളുത്തുള്ളി കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സി ജാറിലിട്ട് ഒന്ന് ഡിർ ചെയ്തെടുക്കുക. അധികം പൊടിക്കണ്ട, കുറച്ച് കോഴ്സിൽ പൊടിച്ച് എടുത്താൽ മതി. ഇതാ ഈ കാണുന്ന പോലെ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് എണ്ണ ചൂടായ ശേഷം കടല കുറച്ച് എടുത്തിട്ട് നമുക്ക് വറുത്ത് വെക്കാം കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കടലയും ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്ത് മാറ്റി വെക്കാം. ഒരു വലിയ സൈസ് ലെമൺ സ്ക്വീസ് ചെയ്ത് എടുക്കുക. ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതി. സ്ക്വീസ് ചെയ്തിട്ട് ആ ജ്യൂസ് ഒന്ന് മാറ്റി വെക്കുക. പിന്നെ ആ ബാലൻസുള്ള വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കടുകും കറിവേപ്പില പിന്നെ ഉഴുന്ന് കുറച്ച് കറിവേപ്പില ചുവന്ന മുളക് ഈ എല്ലാം കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ശേഷം നമുക്ക് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റും നല്ല ഒരു അരോമ ഉണ്ടാവും. അപ്പോൾ മസ്റ്റായിട്ട് എന്തായാലും നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 2 ടീസ്പൂണ് കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ പൊടിച്ച് വെച്ചിട്ടില്ലേ, ആ കടലപ്പൊടി ഒന്ന് 2 ടീസ്പൂൺ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തണുത്ത ചോറ് തന്നെ കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. നമ്മൾ കൂടുതൽ ചൂടുള്ളത് യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ഉണ്ടാവും. ചെറുനാരങ്ങയും ചൂടുള്ള ചോറും കൂടി കൂടുമ്പോൾ ഒരു കയ്പ്പ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് എല്ലാം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് മിക്സ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗാർണിഷിന് നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടില്ലേ, ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, ആ കടല ഒന്നും നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ഗാർണിഷിന് നമ്മൾ യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും യൂസ് ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ ഗൈസ്, നമ്മൾ ലെമൺ റൈസ് റെഡിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.